ഇവിടുന്ന് കങ്കേരിക്ക് ഒരാളും പോകുന്നില്ല കേട്ടോ. ഇവിടുന്ന് ബസ്സിന് തന്നെ പോകണമെന്നാണ് പറയുന്നത്. എങ്ങനെയാവുന്ന ഒരു പിടുത്തവും ഇല്ല. ബസ്സാണെങ്കിൽ ഇവിടുന്ന് കിട്ടുമെന്നും അറിയത്തില്ല. ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ കൊല്ലാനായിട്ടിരിക്കുക. ഇവിടുന്ന് യാത്ര വരെ പോണേന് 100 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടുന്ന് കെങ്കേരി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഭയങ്കര ദൂരമാണ്. അപ്പോൾ അവസാനം 600-ന് ചേട്ടൻ സംബന്ധിച്ച് എന്നെ കൊണ്ടേ വിടാതെ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താ കാണേണ്ടത് ഒന്നും അറിയത്തില്ല. എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് ആദ്യം തൊട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഇന്ന് ഹംപി യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കെങ്കേരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഹംപിയിലോട്ട് പോരാനായിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഞാനേ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് പാതിരാത്രി 9 മണിയായി കേട്ടോ. കറക്റ്റ് നല്ല പങ്ക്ച്വാലിറ്റി എൻ്റെ ബസ്സിന്. 9 മണിക്ക് വരുമെന്ന് പറഞ്ഞ ബസ്സാണ്. ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരുമായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഈ യാത്ര പോകാനായിട്ട്. ഇത് കേട്ടോ, ഞാൻ നല്ല ബാക്ക് പാക്കൊക്കെ റെഡിയാക്കി ഫുള്ള് സെറ്റപ്പിൽ ഫിലിമി സ്റ്റൈലിലാണ് യാത്ര പോകുന്നത്. തന്നെയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല, ഞാൻ ഒരു പ്രാവശ്യം സിക്കിമിലോ മറ്റോ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തന്നെ ഒരു യാത്ര പോകുന്നത്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പോകുന്നത് ഈ പ്രാവശ്യം തൊടുപുഴ ടു ഹംപിയാണ് പോകുന്നത്. ആക്ച്വലി എൻ്റെ കയ്യിൽ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഹംപിയുടെ ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. വെറുതെ വണ്ടിയെ കയറുവാണ്. ബാക്കി വരുന്നതെടുത്ത് വെച്ച് കാണാതെ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടുമല്ലേ. അപ്പോൾ നമ്മുടെ ഈ യാത്രാവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരും ഇഷ്ടമാണെന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂലോ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ വണ്ടി വന്നു കേട്ടോ. ഈ വണ്ടിയിൽ കയറി ഞാനങ്ങ് പോവുകയാണ്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൃപ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങിയിരിക്കുന്നത്. മടിവാള മാത്രമാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours ചെക്കൗട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈവനിങ്ങിലോട്ടുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ പോയി നമ്മൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് മടിവാളായിട്ട് ഇറങ്ങി 4 മണിയാകുമ്പോഴത്തേക്കും കെങ്കേരി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഞാൻ ട്രെയിനാണ് ബുക്ക് ചെയ്തത്. കാരണം എനിക്കാണ് ബസ്സിൽ കിടന്നുറങ്ങിയിട്ട് തലയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. കാരണം ഓരോ കട്ടറി ചാടുമ്പോൾ ഞാൻ ചാടി കേൾക്കുമായിരുന്നു. സോ നമ്മൾ ഈ പ്രാവശ്യം ട്രെയിനാണ് ബുക്ക് ചെയ്തത്. എന്തായാലും എങ്ങനെയാണെന്ന് അറിയില്ല. ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് മലബാരി ഹോട്ടലുണ്ട്, അതിലേക്ക് പോയി ഇഷ്ടപ്പെടുവാണെങ്കിൽ പോയാൽ മതി. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓട്ടോയിൽ കയറിയതാണ്. ഓട്ടോക്കാരൻ എന്നെ പറ്റിച്ചതാണോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് 24 hours ചെക്കിനാണ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്കൊരു റൂമൊക്കെ കാണിച്ചു തന്നു. റൂമൊക്കെ അടിപൊളി റൂമാണ്. 2100 രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ 3 മണിക്ക് പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു കുറേ അങ്ങോട്ട് തർക്കിച്ച് എനിവേ എനിക്കിപ്പോൾ നിലവിൽ 1200 രൂപയ്ക്ക് തന്നു. സത്യമാണോ അത് എന്നെ പറ്റിച്ചതാണോ ഒന്നും എനിക്കറിയത്തില്ല. എനിവേ എനിക്ക് ഫ്രഷപ്പ് ആകണമായിരുന്നു. എനിക്കൊന്ന് എവിടെയെങ്കിലും കിടക്കണമായിരുന്നു. കാരണം ആ ബസ്സിലിരുന്നിട്ട് ഞാൻ ശരിക്കും ഫെഡപ്പായി. അപ്പം അതുകൊണ്ട് ഞാൻ ആ റൂം എടുത്തു. ഇതാട്ടോ നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ്. AC ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു TV ഉണ്ട്, ചെറിയൊരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. സോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കോലമൊക്കെ കണ്ടോ, നല്ല വീട്ടിൽ നിന്ന് പോകുന്ന കോലവും ഇപ്പോഴത്തെ കോലവും രണ്ടും രണ്ടായിപ്പോയി. ഇതാണ് ഒറിജിനൽ കോലം. എന്തായാലും നമുക്ക് ഇന്ന് ബാംഗ്ലൂരിൻ്റെ വിശേഷങ്ങൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ എത്ര സമയം ബാംഗ്ലൂർ ഇറങ്ങും. എനിക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിനി ഇപ്പോൾ വൈകുന്നേരം എനിക്ക് തന്നെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് നമ്മുടെ ഹംപിക്കുള്ള ട്രെയിൻ ഉള്ളത്. അതിനിടയ്ക്ക് എൻ്റെ ATM കാർഡ് ബ്ലോക്കായി. എല്ലായിടത്തും ഞാൻ പിന്നെ വള്ളി പിടിക്കാൻ മുമ്പിലുണ്ട്. എന്തായാലും നോക്കാം. അങ്ങനെ ഇന്ന് ഫുള്ള് ബാംഗ്ലൂർ ഈ റൂമിൽ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ആക്ച്വലി ഇന്നലെ ഞാനാണെങ്കിൽ ആ ബസ്സിലിരുന്നിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അത് കാരണം ഫുള്ളെന്നല്ല, ഒരു ഉച്ചയാകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കങ്കേരി സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നമുക്ക് ഹംപിയുടെ ട്രെയിൻ, ഹംപി അല്ല ഹൊസപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്ര തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ച കഴിഞ്ഞു, ഒന്നും സാധനം കഴിച്ചിട്ടില്ല. ഇനി ആദ്യം പുട്ടടിക്കണം, അത് കഴിഞ്ഞിട്ട് കങ്കേരി. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ആക്ച്വലി ഇപ്പോഴാണ് പുറത്തിറങ്ങിയിട്ട് ഈ രാവിലത്തെ ചായ വൈകുന്നേരം കുടിക്കുന്നത്. ബാംഗ്ലൂരിലെ ചായ കിട്ടി ഞാനൊരു ചിക്കൻ നൂഡിൽസും ഓർഡർ ചെയ്തു. കാരണം വേറെ എവിടെയാണെന്നുള്ളത് ഒന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മെയിൻ പ്രോബ്ലം നമുക്ക് കന്നഡ കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ഹിന്ദി അറിയാവുന്ന ഒരു കടയിലാണ് കയറിയേക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം കടയിലാണ് കയറിയേക്കുന്നത്. പക്ഷേ ബാംഗ്ലൂർ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്നു ബാംഗ്ലൂർ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. അത് കേട്ടോ, ഭയങ്കര എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇനി സത്യത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല.
ഞാനാണെങ്കിൽ കങ്കേരിയിൽ നിന്ന് നല്ല സ്റ്റേഷനിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു റിക്ഷ പിടിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഏതായാലും ഞാൻ എൻ്റെ ചായ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് തമ്പരാനറിയാം. കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് വന്നു കേട്ടോ. കാണുമ്പോൾ ഒക്കെ നല്ല എമ്മിയുണ്ട്. അതിൻ്റെ ട്രെയിന് പോകുന്നത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇത് മേടിച്ച് കഴിക്കുക. അതിനെന്തൊക്കെ ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ. ബസ്സിനങ്ങനെ കഴിക്കുകയല്ലേ, അപ്പോൾ പേടിയായിരുന്നു. നല്ല സ്പൈസി നൂഡിൽസ്, ഇച്ചിരി സ്പൈസി കൂടുതലാണ്, എന്നാലും ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കങ്കേരിക്ക് ഒരാളും പോകുന്നില്ല കേട്ടോ. ഇവിടുന്ന് ബസ്സിന് തന്നെ പോകണമെന്നാണ് പറയുന്നത്. എങ്ങനെയാവുന്ന ഒരു പിടുത്തവും ഇല്ല. ബസ്സാണെങ്കിൽ ഇവിടുന്ന് കിട്ടുമെന്നും അറിയത്തില്ല. ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ കൊല്ലാനായിട്ട് ഇരിക്കുക. ഇവിടുന്ന് അപ്പുറം വരെ പോണതിന് 100 രൂപയ്ക്ക് ചോദിക്കുന്നത്. എന്തായാലും നോക്കാം. ഞാൻ കുറച്ചങ്ങോട്ട് നടന്നു നോക്കുക. രാവിലെ ഒരു ചേട്ടൻ എന്നോട് 500 പറഞ്ഞിരുന്നു. ആ ചേട്ടനെ കിട്ടുമെന്ന് നോക്കട്ടെ. ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടുന്ന് കെങ്കേരിയിൽ നിന്ന് നമ്മുടെ സ്റ്റേഷൻ ഭയങ്കര ദൂരമാണ്. അപ്പോൾ അവസാനം 600-ന് ചേട്ടൻ സംബന്ധിച്ച് എന്നെ കൊണ്ടേ വിടാതെ പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് വരെ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ട്രാഫിക്കിൽ ആരെങ്കിലും ഒന്ന് കയറ്റി വിടുവോ കടത്തി വിടുവോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അവരിങ്ങനെ ട്രാഫിക്ക് കുറേ സമയമായിട്ട് കിടക്കുവാണ്. ഞാൻ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയി തോന്നുന്നു. 6 മണിയായിട്ടേ ഉള്ളൂ. എനിവേ ഞാനിവിടെ വന്ന് ഈ ഒരു ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. 8 മണിക്കാണ് എൻ്റെ ട്രെയിന്. ഒരു ചെറിയ റിമോട്ടായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഭയങ്കര റിമോട്ട് വെച്ച് ഭയങ്കര റിമോട്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബാംഗ്ലൂർ. ഇത് ഔട്ട് ഓഫ് സിറ്റിയാണ് വരുന്നത്. അതുപോലെ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ചെറിയൊരു ടപ്പറി പോലത്തെ ഒരു കുഞ്ഞു കടയാണുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ കെങ്കേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ബാംഗ്ലൂർ തന്നെയുള്ള സ്ഥലമാണോന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും ഒരു റിമോട്ട് ഏരിയയിലാട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ. കിടക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്ത് മുറിച്ചൊക്കെ കിടക്കുന്നുണ്ട്. എൻ്റെ ട്രെയിൻ 8 മണിക്കാണ്. ആക്ച്വലി 6:30 ആയിട്ടേ ഉള്ളൂ. ഈ ബാക്ക് പാക്കൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കൽ ഇച്ചിരി ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് ഇത് കണ്ടോ, ഇതാ ഈ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരുപാട് ആളും ബഹളവും ഒന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കാനൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ശരിക്കും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മുകളിൽ ഇപ്പുറത്തോട്ടാട്ടോ ഈ കെങ്കേരി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ അവിടുത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞെങ്കിലും ഇത് ഭയങ്കര ലോങ് ആയിട്ട് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനും. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് എന്നെ എൻ്റെ റിക്ഷാക്കാരനെ ഇറക്കിയത് വേറെ ഏതോ നാട്ടിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കങ്ങനെ തോന്നുന്നത്. ഇപ്പുറത്തോട്ട് അങ്ങോട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നും ഞാൻ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കിനി എനഫ് ടൈമുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഹംപി യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കെങ്കേരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഹംപിയിലോട്ട് പോരാനായിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ബാംഗ്ലൂർ മെയിൻ സിറ്റിയിൽ വന്നിട്ട് അവിടുന്ന് ഞാനൊരു ടാക്സി എടുത്ത് കെങ്കേരിയിൽ വന്നു. ഇപ്പോൾ 8:45-നാണ് എൻ്റെ ട്രെയിൻ വരുന്നത്. ഹൊസപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും നമുക്ക് ഹംപി ഡയറക്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഹംപി റെയിൽവേ സ്റ്റേഷനില്ല, ഹൊസപ്പേട്ട് ചെന്നിട്ടാണ് നമ്മൾ ഹംപിക്ക് പോകേണ്ടത്. അപ്പം നമ്മുടെ ഹംപി വിശേഷങ്ങളാണ് ഇനിയുള്ള യാത്രകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കുറേ സമയമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. ഞാൻ ഇച്ചിരി നേരത്തെ വന്നു കേട്ടോ. കാരണം എനിക്ക് ബാംഗ്ലൂർ യാതൊരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്വല്പം നേരത്തെ വന്നു. ഇനിയിപ്പം നമുക്ക് ഹൊസപ്പേട്ട് ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് അല്ലെങ്കിൽ ഓട്ടോയ്ക്കൊക്കെ പോകാമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹംപി ഒരുപാട് റീൽസിലൂടെയും ഒരുപാട് വിശേഷങ്ങളിലൂടെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഹംപി എൻ്റെ കണ്ണിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോവുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വേണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ ഹംപി യാത്ര എൻ്റെ ചുറ്റോട് ചുറ്റും ഈ എന്താ പറയുക കൊതുക് വാട്ടമിട്ട് പറക്കുമോ. ഇവിടെ എനിക്ക് തോന്നിയിട്ട് ഇതുങ്ങളെല്ലാം കൂടെ എന്നെ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അത്രയ്ക്കും കൊതുകുണ്ട് ബാംഗ്ലൂർ. ഇതധികം ആൾക്കാരില്ലാത്ത ഒരു സ്റ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കും. അതെ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ആണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല. എന്താണെന്ന് അറിയത്തില്ല, ഞാനിവിടെ ഇരിക്കുന്ന കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ഒരു പോലീസുകാരൻ അവിടെ വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് ഫീൽ സേഫായിട്ട് ഞാനിവിടെ ഇരിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ സമയത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. 8:45-ന് വരുമെന്ന് പറഞ്ഞ ട്രെയിന് ഏകദേശം 45 മിനിറ്റിന് ശേഷമേ വരുള്ളൂ എന്നാണ് ഇവിടെ കിടന്ന് ചേച്ചി കന്നഡയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈവ് ട്രാക്കിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് 45 മിനിറ്റ് ലേറ്റായിട്ട് വരാനുള്ള അനൗൺസ്മെൻ്റ് ആണ്. നിന്ന് മനുഷ്യൻ്റെ റിലേ പോയെന്ന് തന്നെ പറയാം.
എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള സ്ഥിതി ആയിട്ടുണ്ട്. മടുത്തു. പക്ഷേ ഇപ്പം അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അതേ നമ്മുടെ ഹംപി പോകാനായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഈ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മളെ തൂക്കിയെടുത്തിട്ട് പോകണം, അത്ര കൊതുകാണ്, ഒരു രക്ഷയില്ല കൊതുകിനെ കൊണ്ട്. ഫൈനലി നമ്മുടെ വണ്ടി എത്തിപ്പോയി. അയ്യോ, നമ്മളങ്ങനെ ഓടിക്കയറും കേട്ടോ ചെയ്തത് വണ്ടിയിൽ. ഇപ്പം നിലവിൽ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ആരുമില്ല. എനിക്ക് തോന്നിയിട്ട് ചിലപ്പോൾ ബാംഗ്ലൂരിന് അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് വല്ലോ ആൾ കയറുമായിരിക്കും. ഞാൻ ഒരു A113 അപ്പുറം ഇപ്പുറേക്ക് ആളുണ്ട്. സോ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഓടിതേ നമ്മൾ ട്രെയിനിൽ കയറി. രാത്രി ആയതുകൊണ്ട് നിങ്ങളെ കാഴ്ചകളൊന്നും തന്നെ കാണിച്ചു തരാനില്ല. പ്രത്യേകിച്ച് എല്ലാം ഇരുട്ട് മയമാണ്. പിന്നെ നമുക്ക് സുഖമായിട്ട് ഇനിയിപ്പോൾ കിടന്നുറങ്ങി നമുക്കിനി എവിടെ ചെല്ലുമ്പം ഏക്കാം, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏക്കാം. ഞാനിയൊന്നും കഴിക്കുന്നൊന്നുമില്ല. ഓൾറെഡി സമയം തന്നെ 9:30 ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 6:45, 7 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ചൂടൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇനി പുറത്തിറങ്ങിയാലേ അറിയാവുള്ളൂ. കാരണം ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കാണുന്നത്. രസമുണ്ട്. എത്തും തോറും കർണാടകയുടെ മുഖം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ട്രെയിൻ യാത്രയാണേലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ഷീറ്റും പില്ലോയും എല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിൻ യാത്ര നടത്തുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് വന്നിട്ട് ഒരു 10 ഇയറെങ്കിലും ആയിട്ടുണ്ട്. പഠിക്കുന്ന സമയത്താണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഏതായാലും നമുക്കിനി ഹംപിയിൽ ചെന്നിട്ട്, ഹംപിയല്ല ഹൊസപേട്ടയിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. കംപ്ലീറ്റ്ലി ആക്ച്വലി ഞാൻ ബ്ലാങ്കാണ്. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താ കാണേണ്ടത് ഒന്നും അറിയത്തില്ല. എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് ആദ്യം തൊട്ട് കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ ഹംപി ഹോസ്പിറ്റലിൽ എത്തി. എനിക്ക് ഹംപി ഹോസ്പിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറി പോകുക കേട്ടോ. കറക്റ്റ് ടൈമിലെത്തി കേട്ടോ. 6:59 എത്തി. ഈവനിങ്ങിൽ ഇന്നലെ ലേറ്റായിട്ട് വന്നെങ്കിലും ഇങ്ങോട്ട് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ റിസോർട്ടിലോട്ടല്ലേ, നമ്മുടെ ഹോം സ്റ്റേയിലോട്ടുള്ള ആ സംഭവം തപ്പിയെടുക്കണം. അതാണ് ഇന്ന് അടുത്ത ടാസ്ക്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഓട്ടോക്കാർ 4 പാടും ചുറ്റിനും വരും കേട്ടോ. ഹംപി പോണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇതിൽ എത്രത്തോളം അവർ എത്ര രൂപ പറയും അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ബസ്സിന് പോയാലും ഹംപി വളരെ ഈസി ആയിട്ട് എത്താം. സംതിങ് 14-15 രൂപ ആവത്തുള്ളതാണ്. അപ്പം ഓട്ടോയ്ക്ക് പോകുമ്പം ഒരുപാട് കൂടുതലാണോ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ഇത് കേട്ടോ, ഞാനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ടാണ്. ശരിക്കും എല്ലായിടത്തും ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹംപി പോണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റിക്ഷ വിളിച്ച് കയറി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണെങ്കിൽ റിക്ഷക്കാരങ്ങ് വട്ട വിട്ട് പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ രക്ഷപ്പെടാന്നുള്ളത് മാത്രമേ അന്നേരം ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ 200 ആണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നേരെ ഹംപി സെൻറ്ററിൽ കറക്റ്റ് അറിയില്ല എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാൻ വിചാരിച്ചതോ. ഇനിയിപ്പം 7:10 ഉള്ളൂ. 10 മണിക്കാണ് എൻ്റെ റിസോർട്ടിൻ്റെ ചെക്കിന് വരുന്നത്. റിസോർട്ടല്ല, ഞാൻ എന്തുകൊണ്ടാണ് റിസോർട്ടെന്ന് പറയുന്നത് പോലെ ഇത് ഹോം സ്റ്റേ ആണ്. നമുക്കിപ്പോൾ 10 വരെ അത് കഴിഞ്ഞ് എനിക്ക് നടന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് റോഡൊക്കെ ആകുമ്പോൾ ഹോം സ്റ്റേയിലോട്ട് പോകാൻ വിചാരിക്കും. വഴികളൊക്കെ സൂപ്പർ വഴികളാട്ടോ. നല്ല റോഡ്സാണ്. കുറേ പടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ നൈസായിട്ടുള്ള റോഡാണ്. ഒരു രക്ഷയില്ലാത്തത് ഈ റിക്ഷക്കാരെ കൊണ്ടാണ്. അവരിങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് നമ്മുടെ പുറത്തിങ്ങനെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ചോദിച്ചുകൊണ്ടിങ്ങനെ നടക്കും. ഫുൾ ഹംപി ടൂറ് തരാം ഇതാന്നൊക്കെ പറയും. ഭയങ്കര കോസ്റ്റ്ലിയാണ്. എനിക്ക് തോന്നിയിട്ട് നമ്മളിവിടെ എപ്പോഴും തന്നെ കൂടുതലും നമ്മളൊരു 2 വീലർ എടുക്കുകയോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുകയോ ആണെങ്കിൽ അല്ലെങ്കിൽ സൈക്കിൾ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. അതാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് കണ്ടേക്കുന്നത്. ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കും ഹംപിയിലെന്ന്. പക്ഷേ ഭയങ്കര ചൂടൊന്നുമില്ല കേട്ടോ. നല്ല കിടിലൻ വെതറാണ്. നല്ല സുഖമുള്ളൊരു തണുപ്പുള്ളൊരു വെതറാട്ടോ. നല്ല അത്യാവശ്യം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ല തണുപ്പും പരിതാപവും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഹംപി ഇങ്ങനെയായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് കുറേ കൂടെയൊക്കെ എന്താ പറയുക ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നല്ല വെതറാണ് കേട്ടോ. അത് മാത്രമല്ല അത്യാവശ്യം നല്ല റോഡാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ.
നമ്മൾ ഇനിയിപ്പം നമ്മൾ ആ അമ്പലങ്ങളുടെയൊക്കെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഹെറിറ്റേജ് സൈറ്റുകളുടെയൊക്കെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ ഈ ചേട്ടൻ എന്നെ പറ്റിക്കുമെന്ന് എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഹോം സ്റ്റേ എവിടെയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല. ഞാൻ എനിക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ ഞാൻ ഹംപിയിലെത്തി. ഇതെൻ്റെ ഇവിടെ 10 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. 8 മണിയായിട്ടേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് നല്ല ഇഡ്ഡലിയും സാമ്പാറും ചായയും എല്ലാം കൂടെ ഓർഡർ ചെയ്തു. ഇനിയിപ്പം അതും കഴിച്ച് 9 മണി 9:30 വരെ എങ്ങനെയെങ്കിലും ഇവിടെ പോസ്റ്റ് ഇടുക്കിയിരുന്നിട്ട് വേണം നമുക്ക് റൂമിൽ കയറാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓട്ടോക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല. 2 ദിവസം കറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഹംപി കംപ്ലീറ്റ് കറങ്ങുന്നതിന് വേണ്ടിയിട്ട് 3000 രൂപ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ കുറച്ച് ഹിന്ദിക്കാരാൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എടുത്തതിന് ചോദിച്ചപ്പോൾ അതുമില്ല, അവരൊക്കെ നടന്നാൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് നടന്നപ്പോൾ പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, എന്തായാലും നോക്കാം. എന്തായാലും എൻ്റെ ഇഡ്ഡലി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പ്ലേറ്റ് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു 3 തന്നെ ഉള്ളത്. പക്ഷേ 4 ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്ലീനായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ. ഒരു കുറേ റിമോട്ട് ഏരിയയിലാണ്. ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ. റെസ്റ്റോറൻറ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമായി. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഹംപി ഉത്സവം നടക്കുകയാണ്. അതെനിക്കറിയില്ല. ഞാനത് അറിയാതെയാണ് വന്നത്. എനിക്ക് നമുക്ക് അതെല്ലാം കണ്ടു വരച്ച് ഇന്ന് പോകാം. നല്ല പൊളിയൻ ഇഡ്ഡലിയും പച്ചവെള്ളം പോലത്തെ സാമ്പാറിൻ്റെ അകത്ത് ഒരു പീസ് പോലും ഇല്ല. എന്നിട്ട് എടുത്ത് പറഞ്ഞു ഭയങ്കര ചൂടാക്കുക, സാമ്പാറിനെ സൂക്ഷിച്ച് കഴിക്കണമെന്ന്. ഇതെന്നാ സൂക്ഷിച്ച് കഴിക്കാനെന്ന് അറിയത്തില്ല. പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹോം സ്റ്റേയിലെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം നമ്മുടെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ പോരേന്ന് പറഞ്ഞു. ആ ചേച്ചിയാണെങ്കിലും നല്ലൊരു ചേച്ചിയാണ്. ചേച്ചി പറയാം ഹംപിയിലോട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് സോളോ ട്രാവലേഴ്സ് ആയിട്ടാണ്. എനിക്ക് തോന്നിയിട്ടൊരു ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. സോളോ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും ഹംപി എന്നൊക്കെ പറയുമ്പോൾ. ഭയങ്കര സ്നേഹം. ഒരു പട്ടി എൻ്റെ നേരെ നീണ്ടു വരുന്നുണ്ട് കണ്ടോ. ഞാൻ നോക്കുന്നില്ല, നോക്കിയാൽ എന്നെ കടിച്ചാലോ. അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ. ഏതായാലും ഞാൻ എൻ്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ ആ ഹൗസ് ഓണറുടെ വീട്ടിൽ കയറ്റി വെച്ചിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ ഇനിയിപ്പം റൂമിൽ കയറി ഫ്രഷപ്പായിട്ട് വേണം നമുക്ക് ഹംപി ഇറങ്ങാൻ. ഒരു 4-5 നിലയായി ഞാനിവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ടെറസാട്ടോ കാണുന്നത്. ഈ ടെറസ് അങ്ങോൻ്റെ അറ്റത്ത് ഒരു ചെറിയ റൂം ഇവർ സെറ്റ് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമ്മളിനി 2 ദിവസത്തേക്ക് താമസിക്കാൻ പോകുന്ന സ്ഥലം. ഇപ്പം ചേട്ടൻ വന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ ലഗേജൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ്. AC ഒക്കെ ഉണ്ട്. ചെറിയൊരു മിററുണ്ട്. ബാത്റൂമും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്ലീനാണ്. ഇന്നിപ്പം രാവിലെ ഇവിടുത്തെ ഗസ്റ്റ് പോയേ ഉള്ളതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ താഴെ നിന്നാണേലും കുറേ മലയാളീസിനെ കണ്ടു കേട്ടോ. പക്ഷെ അവരെല്ലാം തന്നെ ഗ്രൂപ്പായിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രഷപ്പ് ആകണം. 2 ദിവസമായി ഈ കോലത്തിലോട്ട് കയറിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹംപിയുടെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.